നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിക്വസ്റ്റ് അല്ലെങ്കിൽ ഞാനത് ചെയ്യാനിരുന്നതാണ്, വേറൊന്നുമല്ല. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുമോ, ലോങ് വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചാണ് വന്നത്. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ നമുക്ക് 2 പൈൽ വെച്ചിട്ട് ചെയ്യാം. 2 പൈൽ വെക്കാം. ഒരു പിങ്ക് സ്റ്റോണും വെച്ചിട്ടുണ്ട്, ഒരു വയലറ്റ് സ്റ്റോണും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 1 ആൻഡ് ഇത് പൈൽ നമ്പർ 2. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് പൈൽ വേണമെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം ഏത് പൈലാണ് നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ പൈൽ തീരുമാനിച്ചെന്ന് വിചാരിക്കുന്നു. ഇത് പൈൽ നമ്പർ 1 ആൻഡ് ഇത് പൈൽ നമ്പർ 2. ഓക്കെ, തീരുമാനിച്ചെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈൽ നമ്പർ 1 നോക്കാം. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ളവരുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്ത ആളുകളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ട് അവരുടെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടിരിക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാം. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. Current feeling of your person. First one, Knight of Wands ആണ്. Knight of Wands, Ace of Pentacles, the World, 9 of Pentacles, 7 of Swords reverse, 6 of Wands, 9 of Cups, 2 of Cups. ഞാൻ റാൻഡം ചെക്ക് ചെയ്തപ്പോൾ പറ്റിയതാണ്, മൊത്തം മാറ്റിയെടുത്തതാണ്. ഓ മൈ ഗോഡ്. 8 of Swords ആൻഡ് ദ ഹൈ പ്രീസ്റ്റസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ഓക്കെയാണ്. എനിക്ക് ത്രോട്ട് നല്ല പ്രശ്നമുണ്ട്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 6 കേട്ടോ. ജൂൺ 6 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. എൻ്റെ അടുത്ത് എപ്പോഴും കമൻറ്റിൽ വാസ്കോ ഡിക്കാപ്രിയോ എന്ന് പറഞ്ഞിട്ടൊരു എഴുതിയിൽ ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആൾ വന്നിട്ട് തൊണ്ട ശരിയായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ 6ാമത്തെ ദിവസം 6th ഡേയിൽ ജനിച്ചിട്ടുള്ളവർ, 6 എന്ന് പറഞ്ഞാൽ ജനിച്ച ദിവസം 6 ആണെങ്കിൽ, ഡേറ്റ് ഓഫ് ബർത്തിൽ 6 ആണെങ്കിൽ നമുക്ക് ത്രോട്ടുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. തൊണ്ട അത് കറക്റ്റാണ് കേട്ടോ. എനിക്ക് എപ്പോഴും തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, 2 ത്രോട്ടാണ്. അപ്പോൾ 6 ജന്മദിനമുള്ള ആളുകൾ സൂക്ഷിച്ചോ. 6 ആണെങ്കിൽ തൊണ്ടയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണ് കേട്ടോ. എനിക്കിത് കറക്റ്റാണ്. 6 എനിക്ക് പ്രശ്നമാണ് തൊണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഈ 3 കാർഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇന്ന് രാവിലെ നമ്മൾ ജനറൽ റീഡിംഗ് ഇട്ട സമയത്ത് കിട്ടിയിട്ടുള്ള കാർഡുകൾ തന്നെയാണ്. 6 of Wands, 10 of Cups, 2 of Cups. ഓക്കെ, Ace of Pentacles. ഇതൊക്കെ അന്നേരം തന്നെ വന്നിട്ടുള്ള കാർഡുകൾ തന്നെയാണ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഓവറോൾ എനർജി എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് ആൾ ഇമോഷണലി ഇപ്പോൾ സ്റ്റേബിളായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റക്കായി പോയതിനുള്ളൊരു കാരണം, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ പണമായിരിക്കാം. അപ്പോൾ ഇപ്പോൾ ആൾ ആ പണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളതായിട്ടും ആൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾ കുറച്ച് ഇമോഷണലി സ്റ്റേബിളായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതാണ് ഓവറോൾ എനർജി. ഇമോഷണലി സ്റ്റേബിളായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചതിയുടെ കാർഡൊക്കെ കാണുന്നുണ്ട്. അതായത് ഇത് ചതിയുടെ കാർഡാണ്, പക്ഷേ ചതിയുടെ കാർഡ് റിവേഴ്സ്ഡ് ആണ്. 7 of Swordsൻ്റെ എനർജി റിവേഴ്സ്ഡ് ആണ്. അതിൻ്റെ താഴെ തന്നെ വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ട്
ബാക്ക് സ്റ്റാബ് ചെയ്തിട്ട് പോയിട്ടുള്ളതാവും. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ നമ്മൾ ആദ്യമേ ഓൾറെഡി പറഞ്ഞു, ഫിനാൻഷ്യൽ പ്രശ്നം ഒരു പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞു. ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ നിങ്ങളുടെ പേഴ്സൻ്റെ പ്രശ്നം എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉറപ്പായിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും അയാളുടെ എക്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അയാളുടെ എക്സ് അയാളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ, അല്ലെങ്കിൽ അയാൾക്ക് മുൻപ് അറിയാവുന്ന ഒരാൾ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവർ നിങ്ങളെ ഒഴിവാക്കിയതാകാനാണ് സാധ്യത. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായി പോയത്. അപ്പോൾ ഇയാൾ എത്രത്തോളം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, നിങ്ങൾ ആദ്യകാലങ്ങളിൽ വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ആളുകളായിരുന്നിരിക്കും. പക്ഷേ സമയം കൊണ്ട് നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻ പോലെ ആയിട്ടുണ്ടാവും. എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കില്ല നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത്. ആദ്യം ഭയങ്കര സംസാരമായിരുന്നായിരിക്കും. അതിനുശേഷം പിന്നെ ഓൺ ആൻഡ് ഓഫ് ആയി വരും. കുറച്ച് ദിവസം നല്ലതായിട്ട് സംസാരിക്കും, പിന്നെ കുറച്ച് ദിവസം ഡെഡ് ആയിരിക്കും, പിന്നെ വീണ്ടും വരും, കുറച്ച് ദിവസം സംസാരിക്കും, വീണ്ടും ഡെഡ് ആവും. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്നത്, ഒരു ഓൺ ആൻഡ് ഓഫ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാം അവിടെ എന്തോ ഒരു സീക്രട്ട് ഉണ്ടെന്നുള്ളത്, ഒരു രഹസ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ രഹസ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് ചാടാനും പറ്റത്തില്ല, എന്നാൽ അതിൽ പൂർണ്ണമായി ഇറങ്ങി ചെല്ലാനും പറ്റാത്ത വിധം ഒരു ട്രാപ്ഡ് ആയ അവസ്ഥയിലായിരുന്നിരിക്കും നിങ്ങളുണ്ടായിരുന്നിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ അവസാന ഘട്ടമായപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസ് വരുന്ന സമയത്ത് ഇത് നേരെ ഉൾട്ടടിച്ച് കാണും. അവർ നിങ്ങളെടുത്ത് നിങ്ങൾക്ക് വേറെ റിലേഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങളെടുത്ത് സംസാരിച്ചിട്ടുണ്ടാവും. ഇതും തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. 9 ഓഫ് പെന്റക്കിൾസ് എനർജി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്ന് സംശയിക്കുന്നതായിട്ടും അയാൾ വിക്ടിം കാർഡ് ഇറക്കിയതായിട്ടും കാണുന്നുണ്ട്. അയാൾ വിക്ടിമായി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ അയാൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശരിക്കും ടോട്ടൽ കൺഫ്യൂഷനിൽ നിന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ സെപ്പറേഷൻ ഫേസ് എന്ന് പറയുന്നത് അതായിരുന്നിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ബാക്കിയെല്ലാം പോസിറ്റീവ് കാർഡുകളാണ്. കണ്ടോ, ഇത് തന്നെ ഈ 7 ഓഫ് സോഡിൻ്റെ എനർജി തന്നെ റിവേഴ്സാണ് വന്നേക്കുന്നത് ഇപ്പോൾ. അതായത് എന്ത് സാഹചര്യമാണോ ഉണ്ടായിരുന്നത് അതിനെ ഇപ്പോൾ അയാൾക്ക് നിങ്ങളോടുള്ള ഒരു അപ്രോച്ച് മാറി ചിന്തിക്കുക എന്നുള്ളതും, അതുപോലെ അയാളുടെ പേരിലുണ്ടായിട്ടുള്ള നാണക്കേടുകൾ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. അയാൾ തീർച്ചയായിട്ടും ഒരു പബ്ലിക് റെക്കഗ്നീഷൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ മുഖം രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് ചിലപ്പോൾ ഒരു ഉയർന്ന പദവിയിലുള്ള ആളായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഉയർന്ന പദവിയിലുള്ള ആളായിരിക്കും. ചിലപ്പോൾ ഒരു ജോലി, ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാളായിരിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരവരുടെ ഇമേജിനെ ഭയപ്പെടുന്നുണ്ട്. മറ്റാളുകൾ എന്ത് പറയും, അവരെന്നെക്കുറിച്ച് എന്ത് പറയും എന്നൊരു കാര്യത്തെ ഭയപ്പെടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ തിരിച്ചു വരാതെ ഇങ്ങനെ അകലം പാലിച്ച് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവർക്ക് നിങ്ങളില്ലാത്ത അവസ്ഥ ഒരു സേഫ് സോൺ ആണെന്ന് അവർക്കിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് അവർക്കിപ്പോൾ ഒരു ഭയം ഉള്ളിൽ കാണും. തിരിച്ചു വന്നാൽ എങ്ങനെയായിരിക്കും, നിങ്ങൾ സ്വീകരിക്കും എന്നുള്ളൊരു ഭയമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പബ്ലിക് ഇമേജ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. അതായത് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഇപ്പോൾ അവർക്കുള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്നാലും അവർ നിങ്ങളുടെ റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. കണ്ടോ, നിങ്ങൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു ഏറ്റവും സുന്ദരമായിരുന്നതെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുണ്ടായിരുന്ന സമയത്ത് വളരെയധികം ഹാപ്പി ആയിരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവർ കാണുന്നുണ്ടെങ്കിൽ പോലും അതിനെ രഹസ്യമായിട്ട് നിങ്ങൾ ആസ്വദിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കും നിങ്ങളുടേത്. കണ്ടോ, ഒരു വളരെ മൂല്യവത്തായ ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നിങ്ങളെ കണ്ടിരുന്നത്. ഒരു മറ്റുള്ളവരറിയാതെ അതൊരു ഒരു രഹസ്യമായിട്ട് സൂക്ഷിക്കാനും, അതുപോലെ തന്നെ അതിനെ വളരെ പരിപാവനമായി വളരെ മൂല്യമുള്ളവരുമായിട്ട് സൂക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നതായിരുന്നിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ്. പക്ഷെ അവിടേക്കാണ് ഈ പറഞ്ഞ നിങ്ങളുടെ വ്യക്തിയുടെ എക്സ് തിരിച്ചു വന്നത്. എക്സ് അല്ലെങ്കിൽ അവർക്ക് മുന്നേ അറിയാവുന്ന ഒരാൾ, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളാവാൻ സാധ്യതയുണ്ട്. അവർ അയാളിലേക്ക് വന്നത്. അങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ളതെന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെ ബ്രോക്കൺ ആയി പോയിട്ടുള്ള ആ റിലേഷൻഷിപ്പിലേക്ക് അയാൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു നൈറ്റ് ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ്. വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നാണ്
ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങൾ ഒരു ഫാമിലി പോലെയൊക്കെ ജീവിച്ചിട്ടുള്ളതാവാം, ചിലപ്പോൾ നിങ്ങളത് ഒരു ഫാമിലി ആയിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും, കുട്ടികളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുടുംബമായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീയൂണിയൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അല്ല, ഇതൊരു കപ്പിൾസ് അല്ല കാണുന്നതെങ്കിൽ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുള്ള ആളുകളല്ല ഇത് കാണുന്നതെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു എക്സ്ട്രാ മാരിറ്റൽ ആവാൻ സാധ്യതയുണ്ട്. എക്സ്ട്രാ മാരിറ്റൽ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സോൾമേറ്റ്സ് ആവാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഒരു ഫിസിക്കൽ റിലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതാവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഫാമിലി കാർഡാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സോൾമേറ്റ്, അവിടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ ആണ് പൈൽ 1 സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ എനർജി മാത്രമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്, നിങ്ങളുടെ എനർജി നോക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു റീയൂണിയൻ അവിടെ ആഗ്രഹിക്കുന്നുണ്ട്. റീയൂണിയൻ പോസിബിൾ ആണെന്നാണ് കാണുന്നത്. പൈൽ 1 സെലക്ട് ചെയ്തവർക്ക് റീയൂണിയൻ പോസിബിൾ ആണെന്നാണ് കാണുന്നത്. പക്ഷെ അവിടെ ചതിവ് പറ്റിയിട്ടുള്ളതായിട്ട്, മറ്റൊരാളിലേക്ക് പോയിട്ട് ഇയാൾ തിരിച്ചു വരുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. ഓക്കെ, അതുമല്ല ഇവിടെയുള്ള ആളില്ലേ, ഈ പറഞ്ഞ ഈ പൈൽ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ ഇമേജിനെ, സോഷ്യൽ ഇമേജിനെ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് മറ്റുള്ളവർ എന്ത് പറയും, അറിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. ഭയങ്കര പബ്ലിക് ഇമേജിനെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾ, അതുപോലെ ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഒരാൾ, അതായത് ഒരു ഗവൺമെൻറ് ജോബ് പോലുള്ള സർവീസിലുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പൈൽ 1 സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിന് ക്ലൂ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ പൈൽ 1 തന്നെ സെലക്ട് ചെയ്തവരല്ലേ, അപ്പോൾ ഇനി അതിനകത്ത് ക്ലൂ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് പൈൽ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, റെസൊനേറ്റ് ആവുന്നുണ്ടോ എന്ന് പറയണം പൈൽ 1 സെലക്ട് ചെയ്തവർ. ഓക്കെ, അപ്പോൾ നമുക്കിനി പൈൽ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പൈൽ 1 കഴിഞ്ഞു. ഇതാണ് പൈൽ 2 എന്ന് നമ്മൾ നോക്കിയത്. വയലറ്റ് കളറുള്ള സ്റ്റോണാണ് പൈൽ 2 ആയിട്ട് എടുത്തു വെച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം പൈൽ 2 സെലക്ട് ചെയ്തവരുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്നുള്ളത്. പൈൽ 2 സെലക്ട് ചെയ്തവരുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. പൈൽ 2 സെലക്ട് ചെയ്തവർ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് മനസ്സിലാലോചിച്ച് അവരുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക, അവരുടെ മുഖം മനസ്സിലാലോചിക്കുക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ നോക്കാം എന്താണ് പൈൽ 2 സെലക്ട് ചെയ്തവരുടെ റീഡിങ്. നോക്കാം. പൈൽ 2 സെലക്ട് ചെയ്തവരുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. എന്താ പറ്റിയ നഗരത്തിൽ ഒത്തിരി റിവേഴ്സ് കാർഡുകൾ വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വന്നേക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സാണ്. 5 ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സാണ് വന്നേക്കുന്നത്. മണി മാറ്റർ ആണ് കേട്ടോ, കൂടുതലും പെൻറ്റക്കിൾ എനർജിയാണ്. ഇതാണ് 7 ഓഫ് പെൻറ്റക്കിൾ എനർജിയാണ്. 7 ഓഫ് പെൻറ്റക്കിൾ, വീൽ ഓഫ് ഫോർച്യൂൺ. ഇതൊരു കാർമിക് റിലേഷൻഷിപ്പാണ് കേട്ടോ, കാർമിക് റിലേഷൻഷിപ്പാണ്. കണ്ടോ, 2 കാർമിക്കിൻ്റെ കാർഡ് വന്നു കഴിഞ്ഞു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പൈൽ 1 സെലക്ട് ചെയ്തവരുടെ അതിനകത്ത് കാർമിക്കിൻ്റെ ഒരു കാർഡ് പോലും നമ്മൾ കണ്ടില്ല കേട്ടോ. ചാരിറ്റിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, ത്രീ ഓഫ് വോണ്ടിൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. 3 ഓഫ് വോണ്ട്, കിങ് ഓഫ് വോണ്ട്സ്, പേജ് ഓഫ് കപ്സ്, Ace of Cups and 6 of Wands. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷഫിൾ ചെയ്തിട്ടാണ് കാർഡ് എടുക്കുന്നത്. ലൈവായിട്ടാണ് നമ്മൾ കാർഡ് എടുക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ മാനിപ്പുലേഷൻ ഒന്നും ചെയ്യുന്നില്ല. കാർഡെല്ലാം ഷഫിൾ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഒരു കാർഡ് ഞാൻ എടുത്ത് വെക്കുന്നൊന്നുമല്ല. ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിരിക്കുന്ന പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി തന്നെയാണ് കേട്ടോ. അപ്പം 2 പൈല് സെലക്ട് ചെയ്തവർക്കും നല്ല കാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ രണ്ടാമത്തെ പൈല് സെലക്ട് ചെയ്തവർക്ക് വയലറ്റ് കളർ സ്റ്റോൺ സെലക്ട് ചെയ്തവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇതൊരു കാർമിക് റിലേഷൻഷിപ്പാണ്.
നിങ്ങളുടേത് കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് മാത്രമല്ല, നിങ്ങൾ കാർമിക് റിലേഷൻഷിപ്പിൻ്റെ ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാർമിക് ആണ് എന്നത് ഉൾപ്പെടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇതുണ്ടോ 10 ഓഫ് വാണ്ടിൻ്റെ എനർജിയിലാണ്. അതായത് അയാളുടെ മാത്രമല്ല മറ്റു പലരുടെയും കർമ്മ എടുത്ത് തലയിൽ വെച്ച് ഒന്നിലധികം പ്രശ്നങ്ങളിൽപ്പെട്ട് വട്ടം കറങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അയാൾ ഈ 10 ഓഫ് വാണ്ടിൻ്റെ എനർജി കഴിഞ്ഞാൽ പോലും ഇയാളുടെ ഈ വീൽ ഓഫ് ഫോർച്യൂണിനകത്തെ വീല് ചക്രം എത്തുമോ അല്ലെങ്കിൽ അത് കറങ്ങി വരുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. കാരണം അയാൾ ഒന്നിലധികം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല എരിപൊരി സഞ്ചാരത്തിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഈ സെക്കൻഡ് പൈല് സെലക്ട് ചെയ്തവരുടെ പേഴ്സൺ ശരിക്കും സൂയിസൈഡ് ചെയ്ത് പിടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അമ്മാതിരി ട്രോമാറ്റിക് കണ്ടീഷനിൽ കൂടെ ആയിരിക്കും ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൈവെക്കുന്ന ഒരു മേഖലയിലും പുള്ളിക്ക് ഈ സമയത്ത് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല. ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കും, ഫിസിക്കൽ എയിൽമെൻറ്റ്സ്, ശാരീരികമായ ബുദ്ധിമുട്ട് കാണും, മാനസികമായി കടുത്ത സമ്മർദ്ദം കാണും, റിലേഷൻഷിപ്പുകളൊന്നും തന്നെ നല്ലതായിട്ട് വർക്ക് ചെയ്യത്തില്ല, അവരുടെ ഫാമിലി ലൈഫിൽ മൊത്തത്തിൽ സ്ട്രഗിൾഡ് ആയിരിക്കും, മൊത്തത്തിൽ ആൾ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായിരിക്കും. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കും ഒഴിവാക്കിയിട്ടുണ്ടാകും. കാരണം ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ അയാൾക്ക് കുറച്ച് സമാധാനം കിട്ടാൻ അയാൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് നിങ്ങളെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അയാൾ ഒഴിവായി പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബേസിക് പ്രശ്നം അതാണ്. അയാളുടെ കാർമിക് സൈക്കിളിൻ്റെ എൻഡിലാണ് അയാൾ തലയ്ക്ക് വട്ട് പിടിച്ചിട്ട് തലക്കുറക്കെ പുക വരുന്ന അവസ്ഥയിൽ കൂടെ ആയിരിക്കും ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ, ഇനി ഓരോ കാർഡ് നോക്കാം. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി റിവേഴ്സ്ഡ് ആണ് വന്നേക്കുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് നോക്കുവാണെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് എന്നാണ്. അപ്പോൾ ഇവിടെ അയാൾ ആ ഫിനാൻഷ്യൽ ലോസിൽ നിന്ന് റിക്കവേർഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. റിക്കവേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആൾക്ക് ഈ സമയത്ത് ഒരു വലിയ ഫിനാൻഷ്യൽ ലോസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ ലോസിൽ നിന്ന് അവർ രക്ഷപ്പെട്ടതിന് കാരണം നിങ്ങൾ ഈ സെപ്പറേഷൻ ഫേസിൽ വളരെയധികം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈ ഹോപ്പനൊപ്പോ പോലുള്ള എന്തെങ്കിലും ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യും, മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കും ഒരുപക്ഷെ ഈ പേഴ്സണ് ഒരു വലിയ കടുത്ത ഫിനാൻഷ്യൽ ലോസിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അയാൾ പണത്തിൻ്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അയാൾക്ക് ഇപ്പോഴും പണത്തിന് വളരെയധികം ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇയാൾ ഈ കാർമിക് സൈക്കിളിൽ പെട്ടിരിക്കുന്ന ആളായതുകൊണ്ട് അയാൾക്ക് നല്ല ഫിനാൻഷ്യൽ ലോസ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ഫിനാൻഷ്യൽ ലോസിൽ നിന്ന് അയാൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു തുള്ളി പോലും ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആളായിരിക്കും ഈ സമയത്ത്. നിങ്ങൾ ഈശ്വര വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരു ദൈവപ്രീതി കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഒരു ഡെലിബറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മനഃപൂർവ്വമായിട്ട് ഒരു ദൈവവിശ്വാസമുള്ള ഒരാളായിട്ട് ഇവരെ കാണുന്നില്ല. ഇവർക്ക് സ്പിരിച്വൽ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഇവർ ജീവിച്ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ അവരെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടോ ആയിരിക്കും അവരിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ആൾക്ക് ഇപ്പോൾ പറഞ്ഞ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിൻ്റെ അങ്ങേയറ്റത്തായിരിക്കും ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നുണ്ടാവുന്നത്. അത്രയും മെൻ്റൽ സ്ട്രഗിളിൽ കൂടെ ആയിരിക്കും ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒന്ന് ഫിനാൻഷ്യലി ആയിരിക്കും ഇയാൾ വട്ടം കറങ്ങി നിൽക്കുന്നത്. ഫിനാൻഷ്യലി മാത്രമല്ല, മിക്കവാറും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ മേഖലകളിലും ഇയാൾ മൊത്തത്തിലൊരു പരാജയമാണെന്ന് അയാൾ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഇയാൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫേസിലായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ടുള്ളത്. ആ ആൾ ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവർക്ക് വേണ്ടി അന്നും ഇന്നും എന്നും ഉണ്ടെന്നൊരു തോന്നൽ ഇയാൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു മൂല്യം ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ഈ പറഞ്ഞ വ്യക്തിനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ അയാൾ ഇപ്പോൾ ശരിക്കും ഓർക്കുന്നുണ്ട്. അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു കാര്യത്തിലല്ല ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കൊണ്ട് നിങ്ങളെ അയാൾക്ക് ഒരുപക്ഷെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളൊരു അകലം ഇട്ട് വന്നപ്പോൾ അയാളങ്ങ് പോയി കളഞ്ഞതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ വില എന്ന് പറയുന്നത് അയാൾക്ക് ഇപ്പോൾ ശരിക്കും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അയാൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇയാളായിട്ട് തന്നെയാണ് ഇറങ്ങി പോയിട്ടുള്ളത് എങ്കിൽ ഇയാൾക്ക് ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത ഇയാളുടെ കയ്യിൽ നിന്ന് മൊത്തം കാര്യങ്ങൾ പോയ സമയത്തായിരിക്കും ഇയാൾ ഇറങ്ങി പോയിട്ടുണ്ടാവുക. അങ്ങനെ ഇപ്പോൾ കുറച്ചൊരു
പ്രശ്നത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാകുന്ന സമയത്താണ് അയാളൊന്ന് നിങ്ങളെക്കുറിച്ച് വീണ്ടും ആലോചിക്കുന്നതും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നത്, നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ചാരിറ്റിൻ്റെ എനർജിയാണ്, അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ 3 ഓഫ് വാണ്ട്സിൻ്റെ എനർജി കാണിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ പറഞ്ഞ വ്യക്തിയുടെ എനർജി ഈ സമയം എന്ന് പറയുന്നത് ഒരു ശകലം പോലും എന്താണ്, ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ലാത്ത, ഒരു തുള്ളി പോലും ദൈവാധീനം ഇല്ലാതിരുന്നൊരു കാലത്ത് നിന്ന് അയാൾ ഇപ്പോൾ കുറച്ച് സ്പിരിച്വൽ ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഈ 3 കാർഡുകളും ഒരു കുറച്ച് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചാരിറ്റിൻ്റെ എനർജി, 3 ഓഫ് വാണ്ട്സിൻ്റെ എനർജി, അതുപോലെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് അയാൾക്ക് ഇപ്പോൾ ഈ നിമിഷം കുറച്ച് ഒരു ദൈവാധീനമൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ മുമ്പ് ഇയാൾ ഈ തീരെ സ്പിരിച്വൽ അല്ലാതിരുന്ന സമയത്താണ് ഇയാൾ ഈ കോൺഫ്ലിക്റ്റ് കൂടെ ഭയങ്കരമായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അയാൾ ദൈവത്തിലും മനുഷ്യരിലുള്ള വിശ്വാസം പൂർണ്ണമായി നശിച്ച ഒരു സമയത്തെന്നാണ് ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് കരകയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അയാൾ ആകെ കോൺഫ്ലിക്റ്റിൽ പെട്ടിരിക്കുകയായിരുന്നായിരിക്കും, മെൻ്റൽ സ്ട്രഗിളിലായിരുന്നായിരിക്കും. അയാൾ നിങ്ങളെ കുറച്ച് നാളുകളായിട്ട് മൈൻഡ് ചെയ്തിട്ടുണ്ടാവത്തില്ല. കാരണം അയാൾ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. അതുകൊണ്ട് കാരണം അയാൾക്ക് നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു. അയാൾ പലവിധ കാര്യങ്ങളിൽ സ്ട്രഗിൾഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ നിങ്ങളെ ശ്രദ്ധിക്കാതായിരിക്കും, പതുക്കെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് വന്നിട്ടുള്ളത്. ആ ആൾ ഇപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ തൊട്ട് ഇങ്ങോട്ടെല്ലാം പോസിറ്റീവ് കാർഡുകളാണ്. ഇനി ഇയാൾ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നതായിട്ടും ഇപ്പോൾ വന്നപ്പോഴും അയാൾക്ക് നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയ കുറേ കാര്യങ്ങൾ തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അയാൾ തിരിച്ചു വരും, പക്ഷേ അയാൾ കുറച്ച് നാളും കൂടെയൊക്കെ ഈ സ്ട്രഗിളിൽ തന്നെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഓഫർ നിങ്ങളിലേക്ക് തരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ നിങ്ങളോട് സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. അയാൾക്ക് ഒരു ആത്മീയ ഉണർവ് ഉണ്ടാവും. ഈ പറഞ്ഞ പ്രാവ് സൂചിപ്പിക്കുന്നത് ആത്മീയമായ ഒരു ഉണർവ് അയാളിലുണ്ട്. ഈ താമരപ്പൂക്കൾ സൂചിപ്പിക്കുന്ന അയാളിലൊരു ഇമോഷണൽ അവേക്കനിങ് ഉണ്ടായിട്ടുണ്ട്, ഒരു പുതിയ വൈകാരികമായ ഉണർവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ അയാൾക്കൊരു നിറഞ്ഞ സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ 22 തുള്ളികളാണ് ഈ കാർഡിലുള്ളത്. 22 തുള്ളികൾ എന്ന് പറയുന്നത് മേജർ അർക്കാന കാർഡുകളെ സിംബലൈസ് ചെയ്യുന്ന, അതായത് ഇപ്പോൾ ഈ ഘട്ടത്തിലായിരിക്കും ഇയാൾക്ക് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നും അതുപോലെ കുറച്ചൊക്കെ സ്പിരിച്വൽ ആകേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ അയാൾക്ക് മനസ്സിലാവുന്നത്. ഈ നിമിഷം ഇയാൾ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇയാൾ ഈ ജേർണി ആരംഭിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഒരു ശകലം പോലും സ്പിരിച്വാലിറ്റി ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ നിമിഷം അയാൾക്ക് കുറച്ച് സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ ബിഗിനിങ് ആയിട്ടാണ് കാണുന്നത്. ഒരു ന്യൂ ബിഗിനിങ്, ന്യൂ ലവ് ഒക്കെയാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു നിങ്ങളിലേക്ക് മടങ്ങി വരണം, ഒരു റീയൂണിയൻ വേണമെന്നൊക്കെ അയാൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. അത് തന്നെയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നതായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അയാൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തിരിച്ച് പഴയതുപോലെ ആക്കാൻ, പഴയതുപോലെ ഇനി ആകുമോയെന്നറിയില്ല, എന്നാൽ പോലും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നയാൾ അതിയായി ആഗ്രഹിക്കുകയും കഠിനമായി അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ മൂല്യം വ്യക്തമായിട്ട് അയാൾക്ക് മനസ്സിലായിട്ടുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ പേര് സെലക്ട് ചെയ്തവരുടെ ലൈഫിലും കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളോട് വളരെയധികം നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കൊരു ഓഫർ തരണമെന്നും നിങ്ങളോട് വളരെ സ്നേഹമായിട്ടും റീയൂണിയൻ, ഇത് റീയൂണിയൻ്റെ കാർഡാണ്, ഇത് റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളിലേക്ക് റീയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഒരു കാർമിക് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളാണ്. ഇവരെ നിങ്ങൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പോയാൽ നിങ്ങൾക്കും ആ കർമ്മയുടെ ബാലൻസ് പിടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ അയാളുടെ കൂടെ ചേർന്ന് എന്ത് പ്രവർത്തനം ചെയ്താലും അയാളുടെ കാർമിക് ഭാരം അത് നിങ്ങൾ ഷോൾഡർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ കണക്ഷൻ ഇപ്പോൾ പോകാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാർമിക സൈക്കിളിൽ ഉള്ള ആളുകളുടെ കൂടെ നമ്മൾ പോയാൽ നമ്മളും ആ ലൂപ്പിൽ വിട്ട് കടന്ന് വട്ടം കറങ്ങുകയുള്ളൂ. നമുക്കും അതിൻ്റെ കർമ്മ നമ്മളും ഷെയർ ചെയ്തെടുക്കും. അപ്പോൾ നമ്മളും ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അതായത് നമ്മൾ ഫിനാൻഷ്യൽ ഒരു മണി ബാഡ് കർമ്മ ഉള്ള ഒരാൾക്ക് നമ്മൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്താൽ നമുക്കും മണി ബ്ലോക്കേജ് വരും. അവരുടെ ഫിനാൻഷ്യൽ മണി ബാഡ് കർമ്മ അവരനുഭവിക്കേണ്ടതാണ്. അപ്പം നമ്മൾ പോയി പൈസ കൊടുത്ത് അവരുടെ കർമ്മേനെ നമ്മൾ അവരുടെ കർമ്മയാണെന്ന് അറിയാതായിരിക്കും നമുക്ക് അവരെ പോയി ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, അവരൊറ്റയ്ക്ക് അനുഭവിക്കേണ്ട ഭാരം നമ്മളിലോട്ടും കൂടെ ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ നമ്മളും ഫിനാൻഷ്യൽ ബാഡ് കർമ്മ നമുക്കും വരും. അപ്പോൾ നമ്മുടെ മണി എനർജി ബ്ലോക്ക് ആവും, നമ്മുടെ ഫിനാൻഷ്യൽ ഫ്ലോ കുറയും.
നമുക്കും പൈസയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ അയാളുടെ ആ കാർമിക് സൈക്കിള് പൂർത്തിയാക്കി തിരിച്ചു വരുന്നത് വരെ കാത്തു നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതിൻ്റെ കൂടെ കിടന്ന് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈല് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് പൈല് സെലക്ട് ചെയ്തവർക്ക് റെസണേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.